നവീൻ ബാബു ബി.ജെ.പിക്ക് കിട്ടിയ, പ്രത്യേകിച്ചും അമിത്ഷാക്ക് കിട്ടിയ ഒരു വലിയ അവസരമാണ്. കാരണം സംസ്ഥാന സർക്കാരിനെതിരെ നിരവധി പരാതികളും ആരോപണങ്ങളും, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി കേസിൽ ഒത്തുതീർപ്പുകൾ നടക്കുന്നുണ്ട് കേന്ദ്രവുമായി. അതുകൊണ്ട് തന്നെ അന്വേഷണമൊന്നും നടക്കുന്നില്ല എന്നുള്ള ആക്ഷേപങ്ങൾ നിരവധിയായിട്ട് ഉയർന്നു വരുന്നുണ്ട്. നാളെയാണ് ഹൈക്കോടതിയിൽ മഞ്ജുഷ സമർപ്പിച്ച ഹർജി, CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത്. അപ്പോൾ അതിൽ സർക്കാർ ഇപ്പോഴും എടുക്കുന്ന നിലപാട്, സംസ്ഥാന സർക്കാർ എടുക്കുന്ന നിലപാട്, അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, പോലീസിൻ്റെ അന്വേഷണം മതി എന്നാണ്. CBI വരണ്ട, കാരണം വന്നു കഴിഞ്ഞാൽ കുടുങ്ങുമെന്നാണല്ലോ അവർ വിചാരിക്കുന്നത്. CBI വരുമോ ഇല്ലയോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. കോടതി കേസ് ഡയറി ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസിനോട്. ഈ കേസ് ഡയറി കോടതി പരിശോധിച്ചതിന് ശേഷം നാളെ എന്തായാലും ഒരു വിധി പറയും എന്നെനിക്ക് തോന്നുന്നില്ല. പകരം ഈ കേസ് ഡയറിയൊക്കെ പരിശോധിച്ച് വിശദമായിട്ട് വാദം കേട്ട് എന്തായാലും സർക്കാർ കോടതിയിൽ പറയാൻ പോകുന്നത് CBI വരണ്ട, ഇത് ഞങ്ങൾ കേരള പോലീസ് തന്നെ അന്വേഷിച്ച് തീർപ്പ് ഉണ്ടാക്കാം. ആത്മഹത്യാ പ്രേരണ കുറ്റം ഇപ്പോൾ ചാർജ് ചെയ്തിട്ടുണ്ട്, ഇത് കൊലപാതകമാണെന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്, അതും അന്വേഷിക്കാം. കുടുംബത്തിൻ്റെ ആശങ്ക ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഞങ്ങൾ വേണ്ട രീതിയിൽ അതിൻ്റെ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ കളക്ടറെ ചോദ്യം ചെയ്തു, മൊഴിയെടുത്തു. അതുപോലെ മറ്റ് വകുപ്പ് തല അന്വേഷണം നടന്നിട്ടുണ്ട്, അതിൻ്റെയൊക്കെ റിപ്പോർട്ടുണ്ട്. പോലീസ് CCTV ദൃശ്യങ്ങൾ ഒക്കെ ശേഖരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇതെല്ലാമായിട്ട് നാളെ കോടതിയിൽ പോലീസ് വരും. പോലീസ് വന്ന് സർക്കാരിന് വേണ്ടി സർക്കാർ അഭിഭാഷകൻ പറയും, നമുക്കിത് CBI വരേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊരു ആത്മഹത്യയാണ്, പ്രഥമ ദൃഷ്ട്യ ആത്മഹത്യയാണ്, എന്നാലും കുടുംബം ഈ ആശങ്കകളൊക്കെ പങ്കുവെക്കുന്നതുകൊണ്ട് വിശദമായ അന്വേഷണം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സമയം വേണം, അതുകൊണ്ട് തെളിവുകളൊന്നും നഷ്ടപ്പെടാതെ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്, കോടതിക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അവർ CBI അന്വേഷണത്തെ എതിർക്കും. ഇതാണ് നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം. ഇതിനകത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് BJPയും CPMഉം തമ്മിലൊരു ഒത്തുകളി, ഒരു അന്തർധാര ഉണ്ടെന്നും അതാണ് ഈ CPMനെതിരായ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള, ലാവ്ലിൻ ഉൾപ്പെടെയുള്ള കേസുകളിലെല്ലാം, ലൈഫ് മിഷൻ അഴിമതി തുടങ്ങിയ ഒരുപാട് പലതും CBI അന്വേഷണത്തിലാണ്, ചിലതൊക്കെ കോടതിയിൽ എത്തിയിരിക്കുന്നു, ഇങ്ങനെയൊക്കെ പുരോഗമിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് NIA ആണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വന്നിട്ടും സംസ്ഥാന സർക്കാരിനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോപണ വിധേയയായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയനുമെതിരെ നടപടികളൊന്നും കാര്യമായിട്ട് ഉണ്ടാകുന്നില്ല എന്നാണ്, അല്ലെങ്കിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്നാണ് പൊതുവെ പ്രതിപക്ഷമായ കോൺഗ്രസ്, UDF ആരോപിക്കുന്നത്. അപ്പോൾ ഇത് അമിത്ഷായെ സംബന്ധിച്ച് ഈ കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ സമയത്ത് നവീൻ ബാബു ഒരു വീണ് കിട്ടിയ ലോട്ടറിയാണ്. CBI അന്വേഷണം നടന്നാൽ അമിത്ഷായ്ക്കും BJP കേന്ദ്ര നേതൃത്വത്തിനും തീർച്ചയായിട്ടും അതുകൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അവരതിന് ശ്രമിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് കേരളത്തിലെ ഇപ്പോഴത്തെ CPMൻ്റെ നില വളരെ പരുങ്ങലിലായതുകൊണ്ട് CPMനെ പൂട്ടാനുള്ള പരിശ്രമം അമിത്ഷാ നടത്തും എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. CBI അന്വേഷണം വരികയാണെങ്കിൽ മുമ്പൊക്കെ ഉണ്ടായതുപോലെയുള്ളൊരു മെല്ലെപ്പോക്കോ ഒരു കണ്ണടയ്ക്കലോ ഒന്നും ഈ കാര്യത്തിൽ ഉണ്ടാകും എന്ന് CPM പ്രതീക്ഷിക്കേണ്ട. വളരെ കൃത്യമായ അന്വേഷണം, വളരെ കൃത്യമായിട്ട് പാർട്ടിക്കെതിരെ, ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വ്യക്തികൾ, ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ മകൾ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, അങ്ങനെയല്ല. ഇത് വളരെ കൃത്യമായിട്ട് കണ്ണൂർ പാർട്ടിയെ ലക്ഷ്യം വെച്ചുള്ളതാണ്. കണ്ണൂർ ലോബിക്ക് കണ്ണൂർ പാർട്ടി, അതാണ് പറയേണ്ടത്. CPM ഇപ്പോൾ കണ്ണൂർ പാർട്ടിയാണ്. ആ കണ്ണൂർ പാർട്ടിക്ക് അല്ലെങ്കിൽ കണ്ണൂർ ലോബിക്ക് വലിയ തോതിൽ പങ്കുള്ള ഒരു വിഷയമാണ് നവീൻ ബാബുവിൻ്റെ മരണം. അത് ആത്മഹത്യയായാലും കൊലപാതകമായാലും കണ്ണൂരിലെ ജില്ലാ നേതൃത്വം അറിയാതെ ഇതൊന്നും സംഭവിക്കില്ല. ശരിക്കും സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് മുമ്പിൽ പരിഹാസ കഥാപാത്രമായി തീരുകയാണ് ചെയ്യുന്നത്. ഈ CBI അന്വേഷണം വേണ്ട എന്ന് നാളെ ഹൈക്കോടതിയിൽ അറിയിക്കുന്നതിലൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതൽ തന്നെ ഇതിൽ പോലീസിൻ്റെ അന്വേഷണം കാര്യക്ഷമമായ രീതിയിലല്ല നടന്നത് എന്ന കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകൾ ഉണ്ട്, അതിനനുസരിച്ചുള്ള തെളിവുകളുമുണ്ട്. കാരണം ഇൻക്വസ്റ്റ് നടപടികൾ, പോസ്റ്റ്മോർട്ടം
എങ്ങനെയാണ് നടത്തിയത്, അതായത് കുടുംബമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം ഭാര്യയോ- നടന്നിട്ടില്ല എന്നുള്ള അതെ. ആക്ഷേപം പോലും ഉയർന്നിരിക്കുകയാണ്. അതെ. അപ്പോൾ ഇതൊക്കെ വരുന്നതിന് മുമ്പാണ് പോസ്റ്റ്മോർട്ടം പോലും നടത്തിയത്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസിന്റെ അന്വേഷണത്തിലുള്ള വീഴ്ച എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിൽ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം. പിന്നീട് CCTV ദൃശ്യങ്ങൾ അത് ഇതുവരെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതുപോലെ ടെലിഫോൺ രേഖകൾ ഈ പ്രതിയായിട്ടുള്ള ദിവ്യയുടെയും അതുപോലെ കളക്ടറുടെയും ഫോൺ രേഖകൾ സംരക്ഷിച്ചിട്ടുണ്ടോ, ആരൊക്കെയാണ് അതിൽ വിളിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യത്തിലൊക്കെ അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പം ഈ കേസ് ഡയറി കഴിഞ്ഞ ദിവസം തന്നെ കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ദ്രുതഗതിയിൽ വീണ്ടും അന്വേഷണം നടത്തുന്നതായിട്ട് നമ്മൾ കണ്ടു പോലീസ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കലക്ടറിൻ്റെ അടുത്ത് പോയിട്ട് വീണ്ടും മൊഴിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം നാളെ എന്തായിരിക്കും കോടതിയിൽ പോലീസ് ഈ കേസ് ഡയറിയിൽ സമർപ്പിക്കുക എന്നത് വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ല, പോലീസ് തീർച്ചയായിട്ടും ദിവ്യയെയും പാർട്ടിയെയും ഭരണത്തെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടേ പോലീസിന് സമർപ്പിക്കാൻ കഴിയും. മറിച്ചൊരു റിപ്പോർട്ട് പോലീസ് സമർപ്പിക്കുമെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ മണ്ടന്മാരാണ്. ഒരിക്കലും പോലീസ് അങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നില്ല. മറ്റൊരു കാര്യം, ഇപ്പോൾ കളക്ടറുടെ മൊഴി എടുത്തു. കളക്ടർ നവീൻ ബാബു തെറ്റുപറ്റിയെന്ന് എന്നോട് വന്ന് പറഞ്ഞു എന്ന് പറയുന്ന മൊഴി ഗീത സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. അന്വേഷിച്ച റിപ്പോർട്ട് ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർ. എന്തായി അതിനെക്കുറിച്ച്? ഈ ജാമ്യാപേക്ഷയ്ക്കിടയിൽ ഈ പ്രോസിക്യൂഷൻ എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടിയോ? മിണ്ടി എന്താണ് ഈ തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു സമ്മതിച്ചു എന്ന രീതിയിലാണ് ഇത് അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് ദിവ്യയ്ക്ക് അവിടെ ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായത്. ഈ പ്രോസിക്യൂഷൻ്റെയും പോലീസിൻ്റെയും ഈ പ്രതിയുമായിട്ടുള്ള ഒത്തുകളിയുടെ ഭാഗമാണെന്നുള്ള ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. അത് മഞ്ജുഷ തന്നെ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പോലീസ് ഇപ്പോൾ ഈ ചെയ്യുന്ന കാട്ടിക്കൂട്ടുന്നതെല്ലാം ഒരു തരത്തിൽ കോടതിയെ കബളിപ്പിക്കാനും കോടതിയുടെ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനും കോടതിയുടെ മുന്നിൽ പറഞ്ഞു നിൽക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. ഞങ്ങൾ അത് അന്വേഷിച്ചു, ഇത് അന്വേഷിച്ചു. പക്ഷെ നാളെ കോടതിക്ക് മുമ്പിൽ കൃത്രിമമായിട്ട് ചമച്ചെടുത്ത തെളിവുകൾ കൂടി സമർപ്പിക്കാനുള്ള തീർച്ചയായിട്ടും വരുന്നത് പലതും രേഖകൾ അപൂർണമായിരിക്കും. പിന്നെ ഈ ടെലിഫോൺ രേഖകൾ ഉൾപ്പെടെയുള്ളത് അപൂർണമായിരിക്കും. അത് സമഗ്രമായിരിക്കില്ല. അതിനകത്തെല്ലാം ലൂപ്പ് ഹോൾസ് ഉണ്ടാവും. ഈ കേസ് ഡയറി തന്നെ വാസ്തവത്തിൽ എങ്ങനെ സത്യം കണ്ടെത്താം, നവീൻ ബാബുവിനും കുടുംബത്തിനും എങ്ങനെ നീതി നേടിക്കൊടുക്കാമെന്നുള്ളതല്ല, എങ്ങനെ PP ദിവ്യയെയും കൂട്ടരെയും രക്ഷിക്കാം എന്നുള്ള രീതിയിലായിരിക്കും കേസ് ഡയറി ചമയ്ക്കുന്നത്. ഇവിടെ സർക്കാരിൻ്റെ മുൻപിലുള്ള ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് മഞ്ജുഷ തന്നെയാണ്. കാരണം നിവൃത്തികേട് കൊണ്ടാണ് അവർ ഹൈക്കോടതിയിലേക്ക് പോയത്. കാരണം പോലീസിൻ്റെ അന്വേഷണം കൃത്യമായ രീതിയിൽ നടക്കുന്നില്ല. വലിയ രീതിയിലുള്ള മെല്ലെപ്പോക്ക് 1.5 മാസത്തോളമായി ഇപ്പോൾ അത് മാത്രമല്ല രജിസ്റ്റർ ചെയ്തിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് 1.5 മാസമായിട്ടും വേണ്ടപ്പെട്ട തെളിവുകൾ ഹാജരാക്കിയില്ല. 40 ദിവസത്തിലേറെ. അതെ, വേണ്ടപ്പെട്ട തെളിവുകൾ ഹാജരാക്കിയില്ല. അങ്ങനെയുള്ള ഒരുപാട് വീഴ്ചകൾ. അത് മാത്രമല്ല, നിങ്ങളാ പറഞ്ഞ വീഴ്ചകളോടൊപ്പം മഞ്ജുഷ തിരിച്ചറിഞ്ഞൊരു സത്യം കൂടിയുണ്ട്. പാർട്ടി അവരെ ചതിക്കുകയായിരുന്നു. അതായത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അവരുടെ കൂടെ നിന്നുകൊണ്ട് PP ദിവ്യയെയും കൂട്ടരെയും വലിയ രീതിയിൽ കുറ്റപ്പെടുത്തുകയും അവർക്കെതിരെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുകയും ചെയ്തു. എന്നിട്ട് PP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയതോടുകൂടി പിന്നെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മഞ്ജുഷയെ കാണുക പോലും ചെയ്യുന്നില്ല. അവരുടെ വീട്ടിലേക്ക് പോകുന്നില്ല, അവരെ സമീപിക്കുന്നില്ല, അവർക്ക് പിന്തുണ കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലായിരുന്നു, ഒരു അന്തർധാരയിൽ പ്രവർത്തിച്ച് ദിവ്യയെ രക്ഷപ്പെടുത്താൻ വേണ്ടുന്ന, അല്ലെങ്കിൽ ദിവ്യയുടെ കൂടെയുള്ളവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടുന്ന ഒരു നയം സ്വീകരിച്ചു. അതിന് മഞ്ജുഷയുടെ കൂടെ ആദ്യം നിന്നു. അവരെ പതുക്കെ സമാധാനിപ്പിച്ച് പറഞ്ഞ് കൂടെ നിർത്തി. അവരും ആദ്യം വിശ്വസിച്ചു, പാർട്ടി നടപടിയെടുക്കും, പാർട്ടി ഇതിനകത്ത് വെറുതെ വിടില്ല എന്നെല്ലാം അവർ വിശ്വസിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ, ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി പാർട്ടി കൈയൊഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടുകൂടിയാണ് അവർ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും മഞ്ജുഷ ഏതെങ്കിലും രീതിയിൽ, കാരണം മഞ്ജുഷ ഏതറ്റം വരെയും പോയിട്ട് പോരാടാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. അവർക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്, 2 പെൺമക്കളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എങ്കിലും മഞ്ജുഷ പോരാടിയേ തീരുള്ളൂ. പക്ഷേ മഞ്ജുഷയെ ഒതുക്കാൻ ഏതെങ്കിലും രീതിയിൽ വലിയ കോടികൾ ഓഫർ നൽകാൻ വരെ പാർട്ടി ചിലപ്പം തയ്യാറായേക്കാം. അതൊക്കെ സംഭവിക്കാം. പാർട്ടി പല രീതിയിൽ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഒക്കെ പാർട്ടി അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഇത് കോടതിയിൽ എത്തിപ്പോയി. ഇനി അത് നടക്കില്ല, അത്ര എളുപ്പമല്ല.
ഒരുപക്ഷെ കോടതിയിൽ എത്തുന്നതിന് മുമ്പേ അവരതൊക്കെ ശ്രമിച്ചിരിക്കാം. ഈ കോടതിയിൽ എത്തിയ സ്ഥിതിക്ക് അതൊന്നും ഇനി വിലപ്പോവില്ല. ഒരു പക്ഷേ ഇവിടെ ഹൈക്കോടതിയിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും മേൽക്കോടതികളിലേക്ക് അപ്പീലുമായി പോകും എന്ന കാര്യം തീർച്ചയാണ്. അവരതിന് തയ്യാറാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ കരുതുന്നത് അങ്ങനെയാണ്. ഇനി ഈ അമിത്ഷായെ സംബന്ധിച്ച്, CBIയെ സംബന്ധിച്ച് ഇതൊരു വീണ് കിട്ടിയ ലോട്ടറിയാണ്. സംസ്ഥാന സർക്കാരിനെ പൂട്ടാൻ, പ്രത്യേകിച്ചും പാർട്ടിയെ കൃത്യമായിട്ട് പ്രതിസ്ഥാനത്ത് നിർത്തി, മറ്റേതൊക്കെ ഒരു വ്യക്തിയെയാണ്. ആ വ്യക്തിക്ക് നേരെ വരുന്ന, വ്യക്തിയുടെ കുടുംബത്തിന് നേരെ വരുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളുമായിരുന്നു. അതിലുപരിയായിട്ട് ഇപ്പോൾ പാർട്ടിക്ക് നേരെയാണ് ഏറ്റവും വലിയ ആക്ഷേപവും ആരോപണവും ഉയർന്നിരിക്കുന്നത്. അപ്പോൾ പാർട്ടിയെ ഒന്നടങ്കം, പ്രത്യേകിച്ചും കണ്ണൂർ ലോബിയെ ഒന്ന് എന്താ പറയണ്ടേ, അതിനെ ഒന്ന് ഒതുക്കിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഒതുങ്ങും എന്ന ധാരണ അമിത്ഷായ്ക്കുണ്ട്. അതുകൊണ്ട് അമിത്ഷാ ഈ കാര്യത്തിൽ CBI അന്വേഷണം കോടതി നിർദ്ദേശിച്ചാൽ ഉറപ്പായിട്ടും അമിത്ഷാ ഇതിനകത്ത് കളിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഒരു കാര്യം കൂടി, ഇവിടെ CBI അന്വേഷണം നിർദ്ദേശിച്ചാൽ സംസ്ഥാന സർക്കാർ അതിനെതിരെ അപ്പീൽ പോകുമെന്ന കാര്യവും തീർച്ചയാണ്. ഇവിടെ പാർട്ടി ഭയക്കുന്നത് മഞ്ജുഷയെ മാത്രമല്ല, പാർട്ടി PP ദിവ്യയും ഭയക്കുന്നുണ്ട്. കാരണം ഓൾറെഡി സ്ഥാനം തെറിച്ചു, തരം താഴ്ത്തി. അങ്ങനെ അത് മാത്രമല്ല, അവരവരുടെ അതിർത്തി കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്തു. അപ്പം ദിവ്യയെ സംരക്ഷിക്കാതെ ഏതെങ്കിലും രീതിയിൽ പിണക്കിയാൽ അതും അപകടമാണ്. വായി തുറക്കും, പല സത്യങ്ങളും പുറത്തു വരും. അതുകൊണ്ട് പലരുടെയും തലകൾ ഉരുളും. അപ്പോൾ അതുകൊണ്ട് സത്യത്തിൽ ചെകുത്താനും കടലിനും ഇടയ്ക്ക് പെട്ട അവസ്ഥയിലാണ് CPM, പ്രത്യേകിച്ചും കണ്ണൂർ ലോബി. അവർ എന്തായി തീരും എന്ന് നമുക്ക് മുന്നോട്ട് പോയാലേ അറിയാൻ പറ്റുള്ളൂ. ഏതായാലും CBI അന്വേഷണം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ CBI അന്വേഷണം വന്നാൽ നമ്മുടെ സർക്കാർ അപ്പീൽ പോകും. CBI അന്വേഷണം വേണ്ട, അത് നിർത്തിവയ്പ്പിക്കണം എന്നാവശ്യപ്പെട്ട് അപ്പീൽ പോകും. അതും തീർച്ചയാണ്. ഏതായാലും കാത്തിരുന്ന് കാണാം.